ബഹുമാനപ്പെട്ട അധ്യക്ഷ ഉസ്താദുമായ കൂട്ടുകാരെ അസ്സലാമു അലൈക്കും. ഏറ്റവും അധികം സന്തോഷവും ആഹ്ലാദവും അലയുന്ന ഈ സുന്ദര മുഹൂർത്തത്തിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ അവസരം നൽകിയ ലോകരക്ഷിതാവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ലോകജനതയ്ക്ക് മുഴുവൻ കാരുണ്യമായി നീതിയുടെ ദൂതരുടെ വിശേഷണങ്ങൾ വർണ്ണനകൾക്ക് അതീതമാണ്. അന്ധകാരത്തിന്റെയും അസത്യത്തിന്റെയും മാലിന്യങ്ങളിലേക്ക് ആണ്ടുപോയ ഈ വിഭാഗത്തെ നേരിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വിസ്മയ ചരിത്രമാണ് പ്രവാചകൻ ദൃശ്യമാകുന്നത്. തികച്ചും സംസ്കാരത്തിന്റെയും സത്യസന്ധതയും ഏറ്റവും വലിയ മാതൃകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുത്തെ കുറിച്ചറിഞ്ഞ മക്ക മുശ്രിക്കുകൾ പോലും അൽ അമീൻ സത്യസന്ധൻ എന്ന് നാം വിശേഷിപ്പിച്ചിരുന്നതിന്റെ കാരണം മക്കയിൽ ജന്മം മുതലേ സത്യസന്ധനായ വ്യക്തിയെ ഉപയോഗിക്കുവാനോ ചൂണ്ടിക്കാണിക്കുവാനോ സാധിക്കുമായിരുന്നില്ല. പിന്നീട് അടുത്ത ജീവിതം കണ്ടും സുന്ദര സന്ദേശം ഉൾക്കൊണ്ട് മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നുവരികയാണ് ചെയ്തത്. അല്ലാതെ ഇസ്ലാം വിരോധിച്ച പ്രവർത്തനങ്ങളിലൂടെ നിർബന്ധിത മതപരിവർത്തനത്തിനോട് തുനിഞ്ഞിട്ടില്ല. ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിലും സാമ്പത്തിക ഇടപാടുകളിലും കച്ചവടരംഗത്തും എവിടെയും സത്യസന്ധത പുലർത്തണമെന്നാണ് പഠിപ്പിക്കുന്നത്. ഫലസ്തീനിലെ പല അക്രമങ്ങളും കാരണങ്ങളും അവിടുത്തെ ഫലസ്തീൻ ജനതകൾക്ക് ഏറ്റവും ഈമാൻ വർദ്ധിക്കാനും വിശ്വാസത്തിൽ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും കാരണമായി. അങ്ങനെ ഈ ജുമുഅ ജമാഅത്തും മറ്റു കാര്യങ്ങളും പരസ്യമായി ചെയ്യലോടുകൂടെ അവർക്ക് മനസ്സിലൊരു ഭയമില്ലാതെ വേദനയില്ലാതെ ഈ പല കാര്യങ്ങളെയും മുന്നിട്ട് കണ്ട് അതിനെ നേരിടാനുള്ള കഴിവും ആർജവും വരുന്നത് ഒരു ഈമാനിന്റെ ശക്തിയാണ്. അതുപോലെ ആ ഈമാനിന്റെ പവറാണ്. അതുപോലെ വിശ്വാസപരമായ എല്ലാ മുന്നേറ്റങ്ങളുമാണ് അതിന് സാധ്യമാകുന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. അങ്ങനെ ഈ ഫലസ്തീനിലെ ജനങ്ങൾ എത്ര അടിച്ചമർത്തപ്പെട്ടാലും ഞങ്ങളുടെ മതം വിട്ടുപോകില്ല, ഞങ്ങൾക്ക് മതമാണ് ഏറ്റവും വലുത് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പാശ്ചാത്യ സാമൂഹ്യ തത്വചിന്തകരെ എതിർക്കുകയും ലിബറൽ ചിന്തകളേക്കാൾ ഏറ്റവും മുന്നോട്ട് വരേണ്ടത് ഇങ്ങനെയുള്ള മതപരമായ വിശ്വാസത്തിന്റെ ഭാഗമായാണ് നാം മുന്നേറേണ്ടത് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനിലെ ജനങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.